രാവിലെ തന്നെ പ്രതീക്ഷിക്കാതെ വലിയൊരു പണി കിട്ടിയായിരുന്നു. ആ പണിയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ കുക്കിങ്ങും കാണിക്കുന്നുണ്ട്. ഇന്ന് നല്ലൊരു അൽഫാം ഉണ്ടാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി അൽഫാമാണ്. എയർ ഫ്രൈയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ നല്ലൊരു ഇഫാ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് വൈറൽ ചിക്കനാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അടിപൊളിയാണ്. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് അധികം കഴിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ രുചി കാരണം ഒരു 2-3 വാ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അതുപോലെ ഈ ഇഫ ചിക്കൻ എങ്ങനെ പേര് വന്നതെന്ന് നിങ്ങൾക്കറിയാവോ? എനിക്കും അറിയത്തില്ല. എൻ്റെ ചെറിയൊരു ഊഹം ഇഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡി ഉണ്ടാക്കിയതായിരിക്കും. അതുകൊണ്ട് അവരവരുടെ ഡിഷിനിട്ട പേരായിരിക്കും ഇഫ ചിക്കൻ. എന്തായാലും ഇപ്പം അടിപൊളി വൈറലാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഇഫ ചിക്കനെ കാണാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇന്ന് രാവിലത്തെ പരിപാടിയൊക്കെ നോക്കാം. മക്കൾക്ക് സ്കൂളുള്ള ദിവസമാണ്. ഞാൻ വിചാരിച്ചു മഷ്റൂം ഇന്ന് ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ട് ഒരു റോസ്റ്റ് ചെയ്യാം. അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഉരുട്ടി വയ്ക്കുന്നുണ്ട്. സബോളയും വെളുത്തുള്ളിയും വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ കൂടിയിട്ട് കൊടുത്തു. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് വെന്ത് വന്നപ്പോൾ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തു. ഈ നമ്മൾ ഫ്രഷ് ക്രീം ഒഴിക്കുന്നതുകൊണ്ട് അധികം മസാലയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ മുളക് പൊടി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പണി വാളിയത്. ഒട്ടും ചൂട് മുകളിലേക്ക് വരുന്നില്ല. പാത്രം പൊക്കി നോക്കിയപ്പോൾ മനസ്സിലായി ഗ്യാസ് തീർന്നെന്നുള്ള കാര്യം. ഒന്നും പറയണ്ട, രാവിലെ കിട്ടിയ വലിയ പണി ഇതാണ് കേട്ടോ. മക്കൾ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങിയും കൂടെ നിൽക്കുവാണേ. എന്നെ ചെയ്യാനാ, മോൻ വന്ന് എല്ലാം ഓണാക്കി നോക്കുന്നുണ്ട് കത്തുന്നുണ്ടോ എന്ന്. പുറത്തൊരു കുറ്റി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഗ്യാസ് ഉണ്ടായിരുന്നു ഞാൻ പുറത്ത് വെച്ച് കത്തിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് വെച്ചിട്ടും അതിലും ഗ്യാസ് തീർന്നായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും രാവിലെ ഇന്ന് മക്കളുടെ സ്കൂളിൽ പോക്ക് നടന്നില്ല. ഇനി ഒന്നും ചെയ്യണ്ട, സ്കൂളിൽ പോകണ്ട. അത് തന്നെ സന്തോഷം. വെറുതെ രാവിലെ വിളിച്ചാണ് എടിപ്പിച്ചിട്ട് പിന്നെ രാവിലെ വിളിച്ച് എഴുതിയിട്ട് വെറുതെ അവിടെ കിടന്നാ പോരായിരുന്നു. ആദ്യം പോയി അങ്ങനെ മോൻ എന്തായാലും നല്ല ഹാപ്പിയായി. സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. മോളിങ്ങനെ നിൽക്കുന്നത് അവൾക്കൊരു ചെറിയ വയ്യായ്ക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അവൾ പോകണോ വേണ്ടോ എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ നിൽക്കുമായിരുന്നു കേട്ടോ. എന്തായാലും പിന്നെ മക്കളെ സ്കൂളിൽ വിടാൻ പറ്റിയില്ല. കാരണം അവർക്ക് കഴിക്കാൻ കൊടുത്തു വിടാനായിട്ടൊന്നും ഇല്ലായിരുന്നേ. ബ്രെഡ് ഉണ്ടെങ്കിലും ഞാൻ പീനട്ട് ബട്ടർ തേച്ച് കൊടുത്തു വിട്ടേനെ. പക്ഷെ അതും ഇല്ലായിരുന്നു. പിന്നെ 1-2 ചപ്പാത്തി ചുട്ടും ഉണ്ടായിരുന്നു. അത് മക്കൾക്ക് കഴിക്കാനും കൊടുത്തു. അങ്ങനെ ഇന്ന് അവരുടെ സ്കൂളിൽ പോക്കും മുടങ്ങി. ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ. അതൊക്കെ നമ്മൾ വീടുകളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം പെട്ടെന്ന് തീർന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങനെ മക്കൾ സ്കൂളിൽ പോയില്ല. രാവിലത്തെ പരിപാടി കാപ്പിയൊക്കെ കുടിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പഴയ കെറ്റിൽ തപ്പിയെടുത്ത് കേട്ടോ. ഇപ്പം നമ്മുടെ മുത്താണ് നമ്മുടെ കെറ്റിൽ. ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ പഴയ ഉപേക്ഷിച്ചിട്ട സാധനങ്ങളൊക്കെ എടുക്കുന്നതല്ലേ. അങ്ങനെ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് വാപ്പച്ചി കാപ്പി വെച്ച് കുടിച്ചു. പിന്നെ ഞാനാണ് ഗ്രീൻ ടീ അല്ലേ കുടിക്കുന്നത്. അപ്പം ഞാൻ ഗ്രീൻ ടീ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് കുടിച്ചേ. അപ്പോൾ ആ ഗ്രീൻ ടീയുടെ ഇതെല്ലാം ഇറങ്ങി നല്ല ഗ്രീൻ ടീ കിട്ടി. അങ്ങനെ ഗ്രീൻ ടീ കുടിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്നെടുത്തത് സ്മൂത്തിയാണ്. എന്നും ഞാൻ സ്മൂത്തിയാണ് എടുക്കുന്നത് കേട്ടോ. നാത്തൂൻസിൻ്റെ ഡയറ്റ് മീലാണ് സ്മൂത്തി ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ അതിലേക്ക് പഴവും അതൊക്കെ ഇട്ടിട്ട് സ്മൂത്തി അടിച്ച് കുറച്ച് പാലും വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് സ്മൂത്തി അടിച്ചു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഇവിടെ ഏത്തപ്പഴവും റസ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് എല്ലാവരും കഴിച്ചത്. പിന്നെ ഇക്ക എഴുന്നേറ്റ് പോയി ഗ്യാസ് എടുത്തുകൊണ്ട് വരണം ഇനിയിപ്പം. അപ്പം ഇക്ക എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ കടയിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് പൊട്ടിക്കാനുണ്ടായിരുന്നു. അത് പൊട്ടിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. തേങ്ങാ വെള്ളവും കുടിച്ചു. നല്ല ചൂടല്ലേ ഇപ്പം പകലൊക്കെ. അങ്ങനെ വെള്ളം കൂടുതൽ നമ്മൾ കുടിക്കണം കേട്ടോ. ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഡെയിലി കുടിക്കണം. അങ്ങനെ തേങ്ങ പൊടിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇക്ക എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഞാൻ ഷെയ്ക്ക് തന്നെ നമ്മുടെ സ്മൂത്തി തന്നെ അടിച്ചു കൊടുത്തു. അങ്ങനെ ഇക്കായി സ്മൂത്തി കുടിച്ചിട്ട് മോന് കൊടുക്കുന്നുണ്ട്. അവന് അത്ര ഇഷ്ടമൊന്നും പെട്ടില്ല. മധുരമില്ലല്ലോ, വലിയ മധുരമില്ല, ചെറിയൊരു മധുരം പോലെ തോന്നത്തുള്ളൂ കേട്ടോ. മധുരമൊന്നുമില്ല ഈ സ്മൂത്തിക്ക്. അതുകൊണ്ട് മോന് ഇഷ്ടപ്പെട്ടില്ല. ആ പഴത്തിൻ്റെയും ആപ്പിളിൻ്റെയൊക്കെ ആ മധുരമേ നമുക്ക് കിട്ടത്തുള്ളേ. അങ്ങനെ ഇക്കാക്ക് സ്മൂത്തി കൊടുത്തു. അങ്ങനെ ഇക്കായും കുടിച്ചിട്ട് ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ ഇന്ന് ബ്രഷ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയൊക്കെയാണ്. ചില സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റാണ് ബ്രഷ് ചെയ്യാനൊക്കെ. ചില സമയത്ത് ഭയങ്കര മടിയാണ് ബ്രഷ് ചെയ്യാനായിട്ട്. പുതിയൊരു ബ്രഷ് മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യത്തില്ല. അവൾക്ക് ആ പഴയത് തന്നെ വേണം. അതിൻ്റെ അത് കാറിൻ്റെ ഫോട്ടോ ഉണ്ടെന്നാണ് അവൾ അതിന് ഒരു കാര്യം പറയുന്നത്. എനിക്കൊന്നും പിന്നെ പുതിയ ബ്രഷ് ഇച്ചിരിയും കൂടെ സോഫ്റ്റ് അല്ലല്ലോ, അതുകൊണ്ട് ഒട്ടും കൂടെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അവളുടെ ആ പഴയ ബ്രഷ് തന്നെയാണ് അവൾ എപ്പോൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ പല്ലൊക്കെ തേക്കുകയാണ് ആൾ തന്നെ. പിന്നെ ഞാൻ മേടിച്ച് തേച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അവൾക്ക് ഇന്ന് ഞാൻ കൊടുക്കുന്നത് റസ്ക്കാണ്. അവൾക്ക് ഏത്തപ്പഴം വേണ്ട, പച്ചയ്ക്ക് കൊടുക്കത്തില്ല, വാട്ടിയോ വയറ്റിയോ ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു റസ്ക്കും കടിഞ്ചായയും കൂടെ കൊടുക്കാമെന്ന്. അപ്പോൾ ലൈറ്റ് ആയിട്ട് കടിഞ്ചായ ഇട്ടു. കെറ്റിലിലെ വെള്ളം തിളപ്പിച്ചിട്ട് കടിഞ്ചായ ഇട്ടിട്ട് ഞാനിത് ആ റസ്ക്കും കൂടെ കൂട്ടിയിട്ട് അവൾക്ക് കൊടുക്കുവാണേ.
അങ്ങനെ തന്നെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് റിസ്ക്കും കാപ്പിയും കൂടെ ചായയും കൂടെ കടിചായയും കൂടെ മുക്കി കഴിക്കുകയാണ്. അവൾക്ക് തന്നെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഈ മൂത്ത കുഞ്ഞുങ്ങൾ തന്നെ ഇരുന്ന് കഴിക്കുന്ന കണ്ടിട്ട് തോന്നുന്നു അവൾക്കും അങ്ങനെ ഇഷ്ടം. കുഞ്ഞിലെ മുതലേ അങ്ങനെയാണ് കേട്ടോ. ഞാൻ കുഞ്ഞിലെ മുതലേ അതങ്ങ് ശീലിപ്പിച്ചു തന്നെ കഴിക്കാമെന്നുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് കേട്ടോ അവളെ കഴിപ്പിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബാക്കി രണ്ട് മക്കളെ തന്നെ കഴിക്കാൻ വേണ്ടി ആദ്യം തന്നെ ശീലിപ്പിച്ചു. കുഞ്ഞിലെ മുതൽ എന്നെ അങ്ങ് തന്നെ കൊടുത്തിട്ട് അങ്ങ് ശീലിപ്പിച്ചു. അതുകൊണ്ട് അവർ തന്നെ വാരി കഴിക്കാൻ വേണ്ടി പഠിച്ചേ. ഇപ്പം മോൾക്കാണെങ്കിലും എന്ത് ഫുഡാണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒരു കല്യാണത്തിനോ എവിടെയെങ്കിലും പോയാൽ തന്നെയാണെങ്കിലും അവളുടെ കാര്യം നമ്മൾ നോക്കുക വേണ്ട. അവൾ ഫുഡ് വേണമെങ്കിൽ അവൾ വാരി കഴിച്ചോളും, വേണ്ടെങ്കിൽ ആൾ കഴിക്കത്തില്ല. വീട്ടിലാണെങ്കിലും അങ്ങനെയാണ്. അവൾക്ക് വേണ്ടാന്ന് തോന്നിയാൽ കഴിക്കുകയില്ല കേട്ടോ. വിശന്നിരുന്നാലും അവൾ കഴിച്ചോളും. ഇല്ലെങ്കിൽ അവൾക്ക് വേണ്ട എന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ എത്ര നിർബന്ധിച്ചാലും അവൾ കഴിക്കത്തുമില്ല. അങ്ങനെ അവൾക്ക് ഞാൻ റസ്ക്കും ചായയും കൂടെ ഒക്കെ കൊടുത്തു. ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ ഊതിയൊക്കെ റസ്ക്കൊക്കെ കഴിച്ചു. ഞാൻ പിന്നെ കുറച്ച് ചായ ചൂടാറ്റിയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ അവളുടെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാ ഗ്യാസ് കുറ്റിയും കൊണ്ട് വന്നേ, അത് ഫിറ്റ് ചെയ്ത് തന്നേ. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഗ്യാസ് വന്നു. ഏകദേശം ഉച്ചയൊക്കെ ആകാറായി. അപ്പം ഇവർ പോയപ്പോൾ പറഞ്ഞു വിട്ടു, മന്തിയുടെ റൈസ് മേടിച്ചുകൊണ്ട് പോവാ, ചിക്കൻ ഇന്നലെ കൊണ്ടുവന്നതുണ്ട്. ചിക്കൻ നമ്മൾ ഇന്ന് അൽഫാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, വൈകിട്ട് അൽഫാമും ചപ്പാത്തി ആക്കാമെന്ന് പറഞ്ഞ് ചിക്കൻ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ചിക്കനുണ്ട്, നമുക്ക് ഉച്ചയ്ക്ക് ചിക്കൻ എടുക്കാം. അപ്പോൾ അൽഫാം ഉണ്ടാക്കാം. ഇത് കുഴിമന്തിയുടെ റൈസ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞേ. അങ്ങനെ മന്തി റൈസ് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അൽഫാമിൻ്റെ പരിപാടി നോക്കാം. ചിക്കനൊക്കെ കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും എടുക്കുന്നത്. ഞാൻ 2 ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ 4 പീസാക്കി 8 ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു സവോള കട്ട് ചെയ്തത്, ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത്, ഒരു 5-6 പച്ചമുളക്, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ. കൂടുതൽ ഇടേണ്ടത് മുളക് പൊടിയാണ്. ബാക്കിയെല്ലാം കുറച്ച് മതി. എരിവിനനുസരിച്ച് പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണേ. ഞാനിവിടെ അധികം എരിവ് എടുത്തിട്ടില്ല, മക്കൾക്കും കൂടെ ഉള്ളത് കൊണ്ട്. അല്ലെ കുറച്ചുകൂടെ പച്ചമുളകാവാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്തു. 1 കപ്പ് നല്ല കട്ടി തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും അത് മസ്റ്റായിട്ട് വേണം, എന്നാലേ ഉള്ളൂ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും മല്ലിയിലയും പുതിനയിലയും മസ്റ്റാണ് കേട്ടോ. അങ്ങനെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് കിട്ടും. മല്ലിയിലയുടെ പകുതി മതി കേട്ടോ പുതിനയില. മല്ലിയില കൂടുതൽ വേണം, വലിയൊരു കപ്പിന് വേണം. പകുതി കപ്പ് പുതിനയില. ഞാൻ പിന്നെയും പറയുകയാണ്, ഇതൊരു 8 പീസ് ചിക്കൻ, അതായത് 2 വലിയ കോഴിക്കുള്ള ഒരളവാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് വേണം സാധനങ്ങൾ എടുക്കാൻ. ഇത്രയും മസാല ഈ ഒരു 8 പീസിന് കറക്റ്റായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പകുതി ഒരു ചിക്കൻ എടുക്കുന്നെങ്കിൽ നമ്മൾ എടുത്തതിൻ്റെയൊക്കെ അളവിൻ്റെ പകുതി എടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ആ മസാലയൊക്കെ അരച്ചെടുത്തിട്ട് നമ്മളിത് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാണ്ട്, ചിക്കനില്ലേ നമ്മൾ ഒന്ന് ഇടിച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചെറിയ കല്ലില്ലേ അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് മസാല ഉള്ളിലേക്ക് പിടിക്കും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യുവേ. അങ്ങനെ ചിക്കൻ ഞാൻ ഇടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലയൊക്കെ തേച്ച് ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാനൊരു 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നേ. 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഞാനിതാ നമ്മുടെ എയർ ഫ്രയറിലേക്ക് എടുത്ത് വയ്ക്കുന്നത്. എയർ ഫ്രയറിൽ ഒന്ന് എണ്ണ ബ്രഷ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ വയ്ക്കുന്നത്. എണ്ണ സ്പ്രേ ചെയ്തതിന് ശേഷം ഞാനിതാ ചിക്കൻ എടുത്ത് വെച്ചു. മുകളിലും കൂടെ ചെറുതായിട്ട് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്, അല്ല സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ചിക്കൻ മുരിഞ്ഞു വരുമ്പം നല്ലൊരു കളർ കിട്ടും. എണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ, ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ഒത്തിരി എണ്ണയൊന്നും ആവത്തില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കാം. അപ്പം ഞാനൊരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുത്തത്. സെയിം മസാല തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ചിക്കൻ ഉണ്ടാക്കാനും എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം നിങ്ങൾക്ക് ചിക്കൻ മാത്രമായിട്ട് ഉണ്ടാക്കണം, ഇത്രയും വലിയ രസമുള്ള മസാലയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ സാദാ മസാലയില്ലേ, മുളക് പൊടി, മല്ലിപ്പൊടിയും അങ്ങനത്തെ സാദാ മസാല നമ്മൾ സാദാ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഇട്ടാൽ മതി. അതിലേക്കും തൈരും ഒക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ മാരിനേഷൻ ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഈ അൽഫാം ചിക്കൻ മസാലയിൽ ഇതുണ്ടാക്കിയപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയവർ നമ്മുടെ ഇൻസ്റ്റയിൽ വന്നിട്ട് നല്ലതാണെന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ ഞാൻ ബട്ടറിൽ ചിക്കൻ ഇട്ട് കൊടുത്തു, അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ അങ്ങ് വെന്ത് കിട്ടിക്കോളും കേട്ടോ. നമ്മൾ കുറച്ച് ബട്ടറല്ലേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ നന്നായിട്ട് കിടന്ന് വെന്തോളും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കോൺ ഒന്ന് പുഴുങ്ങാനിടുന്നുണ്ട്. പിന്നെ നമ്മുടെ മയോണൈസിനുള്ള മുട്ടയും അതുപോലെ നമ്മുടെ ചിക്കന് ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കണം, അതിനുള്ള മുട്ടയും കൂടെ വേവിച്ച് എടുക്കുന്നുണ്ട്.
അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് നമ്മുടെ ചിക്കൻ അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. അതുപോലെ നമ്മുടെ എയർ ഫ്രയറിലെ ചിക്കനും തിരിച്ചു വെച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വൈറ്റ് സോസിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയുടെ വെള്ള ഇട്ട് കൊടുക്കാം. പുഴുങ്ങിയ മുട്ടയുടെ വെള്ള, ഒരു 3 അല്ലി വെളുത്തുള്ളി, 2 വലിയ സ്ലൈസ് നമ്മുടെ ചീസ്, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അല്പം ഉപ്പ്, ഈ ചീസിൽ ഉപ്പ് കാണും, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയേ, ഉപ്പ് കൂടി പോവണ്ട. ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണമായിരുന്നു, ഞാൻ പെട്ടെന്ന് വിട്ടുപോയി കേട്ടോ. പക്ഷേ ഓയിലില്ലെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ചിക്കൻ്റെ കൂടെയല്ലേ ഇത് കഴിക്കുന്നത്, തനിച്ച് കഴിക്കുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മൊരിഞ്ഞ് കിടക്കുന്ന ചിക്കനിലേക്ക് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആവശ്യത്തിന് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി ഈ വൈറ്റ് സോസും നമ്മുടെ ആ ഒരു അൽഫാമിൻ്റെ മസാലയിലും ഒക്കെ ആയിട്ട് അങ്ങ് പിച്ചി അങ്ങ് കഴിക്കണം. അടിപൊളിയാണ്. ഞാൻ ഒരു പകുതി ചപ്പാത്തിയുടെ കൂടെ കഴിച്ച് നോക്കി, അതും നല്ല ടേസ്റ്റ് ഉണ്ട്. ചുമ്മാ കഴിക്കാനും നല്ലതാണ്. എനിക്കൊന്ന് പൊറോട്ടയുടെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ പൊറോട്ട ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിന് ശേഷം എനിക്ക് കഴിക്കാൻ ഞാൻ ഒരു 2-3 കഴിച്ചു കേട്ടോ മറ്റേ ഇഫ ചിക്കൻ. ഇനിയിപ്പോൾ എനിക്ക് കഴിക്കാനുള്ള മയോണൈസ് അടിച്ചെടുത്ത് ഞാൻ കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മയോണൈസ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഇത് ഹെൽത്തി ആയിട്ടൊരു മയോണൈസാണ്, അത് ഉണ്ടാക്കിയെടുത്തു. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ ഷോർട്ടിൽ കയറിയിട്ടൊന്ന് നോക്കേ. അപ്പോൾ ഇതാ മയോണൈസ് ഉണ്ട്. ഞാൻ നേരത്തെ ഒരു പകുതി ചപ്പാത്തി എടുത്തല്ലോ, അതുകൊണ്ട് 1.5 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. പക്ഷേ ആ 1.5 ചപ്പാത്തി ഞാൻ കഴിച്ചില്ല കേട്ടോ. ഈ ചിക്കൻ തിന്നപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. പിന്നെ ക്യൂക്കുംബറും കൂടെ നമ്മൾ കഴിക്കുമല്ലേ, അപ്പോൾ തന്നെ വയറ് നിറയും കേട്ടോ. പിന്നെ കൂടുതൽ തൊലി കളഞ്ഞിട്ട് കൂടുതൽ ക്യൂക്കുംബർ അരിഞ്ഞത്, മയോണൈസ്, നമ്മുടെ അൽഫാം ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് എപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഇവിടെ. പിന്നെ ചപ്പാത്തി, ഇതൊക്കെയായിട്ട് നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് അങ്ങ് കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. പിന്നെ നമുക്കില്ലേ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ കൊളാബിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പ്രത്യേകിച്ച് ഇന്ന് തന്നെ കിട്ടിയത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. കാരണം ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ ഞാൻ പറയാം എന്താണെന്നുള്ള കാര്യം. ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കൊളാബറിയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലും ഇട്ടിട്ടുണ്ട്, യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ സാധനം എന്താണെന്ന് നോക്കാം. 2 പ്രോഡക്റ്റ് ഉണ്ട്. ഒന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അത് നമ്മുടെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പാണ് കേട്ടോ. നമ്മുടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൻ്റെ വേറൊരു ഐറ്റം. ഇതിൻ്റെ അകത്ത് കോയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പാത്രം വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. മൺചട്ടിയോ അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പിൻ്റെ പാത്രങ്ങളോ നോൺ സ്റ്റിക്കോ സ്റ്റീലോ അലുമിനിയോ ഏത് വേണമെങ്കിലും. പോരാഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒരു ഗ്രില്ല് കണ്ടില്ലേ, ആ ഗ്രില്ലിൽ നമുക്ക് ചിക്കനോ ഫിഷോ ഗ്രില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടുണ്ട്. അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ ലിങ്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം മേടിക്കുന്നത്. ഒരുപാട് ഉപകാരമുണ്ട് കേട്ടോ ഈ ഒരു സാധനം. പെട്ടെന്ന് ഗ്യാസ് തീർന്നപ്പോൾ രാവിലെ ഇതുണ്ടായിരുന്നെങ്കിലും മക്കളെ സ്കൂളിൽ വിടായിരുന്നല്ലോ, അങ്ങനെ ഞാൻ ഓർത്തുപോയേ. പിന്നെ നമുക്കൊരു കെറ്റിലും കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ചെയ്തിടുന്നതാണ് കേട്ടോ. എനിക്കൊന്ന് ഈ ഹോസ്റ്റലേഴ്സിനും നമ്മൾ ടൂർ പോകുമ്പോഴൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകും കേട്ടോ ഈ ഒരു കെറ്റിൽ. ഐബലിൻ്റെ പ്രോഡക്റ്റാണ്, നല്ല സാധനമാണ്, ഉപയോഗിച്ചിട്ട് അടിപൊളിയാണ് അതിൻ്റെ ടോപ്പ്. അപ്പം വേണ്ടവർക്ക് ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം. വലിയ വിലയില്ല കേട്ടോ, 2300 സംതിങ് ആവുന്നുള്ളൂ. അതിന് നല്ല വർത്താണ്, കാണാനും അടിപൊളിയാണേ. അങ്ങനെ നമ്മുടെ അൺബോക്സിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. മക്കളും സ്കൂളിൽ പോകാത്തതുകൊണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അൺബോക്സിങ്ങിന്. മോൾക്കൊരു വയ്യായികയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ രാത്രിയിൽ നമ്മുടെ ഫുഡ് ഞാൻ ആ ഒരു സ്മൂത്തി ഇല്ലേ രാവിലത്തെ, അത് കുടിച്ചു. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഒരു കിവിയൊക്കെ കഴിച്ചു. പിന്നെ 6-ാം തമ്പുരാൻ്റെ ക്ലൈമാക്സും കൂടെ കണ്ടിട്ട് കയറി